വെൽക്കം ഡിയർ സ്റ്റുഡൻസ്. നമ്മളിനി അഞ്ചാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചാപ്റ്റർ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ ആണ്. മാഗ്നറ്റിസം ആൻഡ് മാറ്ററിനകത്ത് നമുക്ക് മാഗ്നറ്റിസത്തിൻ്റെ ബേസിക് പ്രോപ്പർട്ടീസ് ആണ് ആദ്യം പറയുന്നത്. ഏതൊക്കെ പ്രോപ്പർട്ടീസ് ആണ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ച് പ്രോപ്പർട്ടീസ് മാഗ്നറ്റിസത്തിൽ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ആദ്യം പറയുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എർത്തിൻ്റെ മാഗ്നറ്റിസത്തെ കുറിച്ച്. നമ്മളൊരു മാഗ്നറ്റ്, നിങ്ങൾ മാഗ്നറ്റ് കണ്ടിട്ടുണ്ടാവും, ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്. മാഗ്നറ്റ് നമ്മൾ ഫ്രീലി സസ്പെൻഡ് ചെയ്താൽ, വെറുതെ ഒരിടത്ത് കെട്ടിത്തൂക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ മാഗ്നറ്റ് ആടിയിട്ട് അവസാനം നോർത്ത് സൗത്ത് ഡയറക്ഷൻ, അപ്പോൾ ഇവിടെ നോർത്തും ഇത് സൗത്തും ആണെങ്കിൽ ഈ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് ഇങ്ങനെ റെസ്റ്റിൽ നിൽക്കും. നമ്മളിങ്ങനെ വെറുതെ തൂക്കിയിട്ടിട്ട് ഇത് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവസാനം വന്നിട്ട് നിൽക്കുക നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും. അപ്പോൾ ഒരു ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഇങ്ങനെ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വന്ന് നിൽക്കുന്നതിന് ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് അതിനെ പറയുക. ആ ഒരു പ്രിൻസിപ്പിൾ കാരണം തന്നെ ഇതിനെ മാരിനേഴ്സ് കോമ്പസ് എന്ന് പറയുന്ന ഡിവൈസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. വടക്ക് നോക്കി യന്ത്രം എന്ന് പറയും മലയാളത്തിൽ. ദിശ അറിയാൻ വേണ്ടി ഷിപ്പിലൊക്കെ പോകുന്ന സെയിലേഴ്സും സബ്മറീനിലൊക്കെ ഉള്ളവർ ദിശ അറിയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് മാരിനേഴ്സ് കോമ്പസ്. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്നത് ഒരു കോമ്പസ് നീഡിലുണ്ട്, മാഗ്നറ്റിക് നീഡിൽ ഒരു കോമ്പസ് ബോക്സിനുള്ളിൽ വെച്ചിരിക്കുന്നതാണ് ഈ മാരിനേഴ്സ് കോമ്പസ് എന്ന് പറയുന്നത്. അപ്പം നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ ഈ മാഗ്നറ്റിക് നീഡിൽ റെസ്റ്റിൽ വരുള്ളൂ എന്നുള്ള ആ പ്രോപ്പർട്ടിയാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇത് എന്തുകൊണ്ടാണ് ഈ ഒരു മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ റെസ്റ്റിൽ വരുന്നത്? അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ എർത്തിൻ്റെ മാഗ്നറ്റിസം. എർത്ത് എന്ന് പറയുന്നത് സ്വയം ഒരു വലിയ മാഗ്നറ്റായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ്സ് എ ഹ്യൂജ് മാഗ്നറ്റ്. അതിൻ്റെ ഡയറക്ഷണൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡയറക്ട് ഫീൽഡ് എന്ന് പറയുന്നത് ജോഗ്രാഫിക്കൽ സൗത്തിൽ നിന്ന് ജോഗ്രാഫിക്കൽ നോർത്തിലേക്ക് ഉള്ള ഒരു ഫീൽഡാണ്. അതായത് എർത്ത് എന്ന് പറയുന്ന ആ ഭൂഗോളത്തെ നമ്മൾ വലിയൊരു ഹ്യൂജ് ബാർ മാഗ്നറ്റ് ആയിട്ട് ഇമാജിൻ ചെയ്യുക. അതിനൊരു മാഗ്നറ്റിക് ആക്സിസ് ഉണ്ടാവുമല്ലോ, അത് ജോഗ്രാഫിക്കൽ സൗത്ത് ടു ജോഗ്രാഫിക്കൽ നോർത്താണ്. എന്ന് വെച്ചാൽ ജോഗ്രഫിയിൽ നമ്മൾ പഠിച്ചിരിക്കുന്ന നോർത്ത് പോൾ സൗത്ത് പോളിനെയാണ് ഈ പറഞ്ഞത്. ജോഗ്രാഫിക്കൽ സൗത്ത് ടു ജോഗ്രാഫിക്കൽ നോർത്ത് ആണ് എർത്ത് ഒരു മാഗ്നറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നത്. അങ്ങനെ എർത്ത് ബിഹേവ് ചെയ്യുന്നത് കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയ ഒരു ബാർ മാഗ്നറ്റ്, ഒരു ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ് ആണല്ലോ ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത്, അതിനെ നമ്മൾ ഫ്രീ ആയിട്ട് സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇത് വന്ന് എർത്ത് എന്ന മാഗ്നറ്റ് ഇതിനെ അട്രാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് വന്ന് നിൽക്കുന്നത്. ഏത് ഡയറക്ഷനിൽ വരുന്നത്? നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിട്ട് വരുന്നതിന് കാരണം അതാണ്. ഇനിയും ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് മാഗ്നറ്റിസം, അത് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച പോലെ തന്നെയാണ് ബേസിക് പ്രിൻസിപ്പിൾ. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. 2 പോൾസ് ആണുള്ളത്. നമുക്ക് ഒരു മാഗ്നറ്റിന് 2 പോൾസ് ഉണ്ട്. അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഭയങ്കര കൂടുതലാണ്. നോർത്ത് പോളും സൗത്ത് പോളും ആണുള്ളത്. അപ്പോൾ ആ ലൈക്ക് പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നോർത്തും നോർത്തും അല്ലെ സൗത്തും സൗത്തും. ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്തത്. നോർത്തും സൗത്തും കൂടിയാണ് അട്രാക്ട് ചെയ്യുക. ഒരു നോർത്തും വേറൊരു മാഗ്നറ്റ് നോർത്തും കൊണ്ടുവന്നു കഴിഞ്ഞാൽ റിപ്പൽ ചെയ്തു പോകും. അത് ബേസിക് പ്രിൻസിപ്പിൾ. ആൻഡ് ദെൻ പോൾസിൽ മാക്സിമം ഫോഴ്സ് ഉണ്ടാവും, മാക്സിമം സ്ട്രെങ്ത് ഉണ്ടാവും. മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് നമ്മൾ വരച്ചാൽ ഭയങ്കര ക്രൗഡഡ് ആയിട്ടിരിക്കുന്നത് പോൾസിലായിരിക്കും. ഇനി അടുത്ത പോയിന്റ് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നിങ്ങൾക്ക് കാണാം, മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു നോർത്ത് പോൾ ഒറ്റയ്ക്കോ ഒരു സൗത്ത് പോൾ ഒറ്റയ്ക്കോ എക്സിസ്റ്റ് ചെയ്യത്തില്ല. ആ പോയിന്റാണ് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച പോയിന്റും ഇവിടവുമായിട്ടുള്ള വ്യത്യാസം. ഇലക്ട്രോസ്റ്റാറ്റിക്സിലും മാഗ്നറ്റിസത്തിലും ഒരുപാട് സിമിലർ കണ്ടന്റുകളുണ്ട്, സെയിം ആണ്, കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റില്ല. പക്ഷെ 1-2 ഏരിയയിൽ മാത്രമേ ഉള്ളൂ ഡിഫറൻസ്. ഇത് അതിലെ ഒരു മെയിൻ ഡിഫറൻസ് ആണ്, ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്. മെയിൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആൻഡ് മാഗ്നറ്റിസം, ഇറ്റ് കംസ് ലൈക്ക് ദിസ്: മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ്. അതായത് ചാർജസ് ഒറ്റയ്ക്ക് ഒരിടത്തിരിക്കും, പക്ഷെ നമ്മളുടെ പോൾസ് നോർത്ത് പോളോ സൗത്ത് പോളോ മാത്രമായിട്ട് ഒരിടത്തിരിക്കില്ല. ഒരു ബാർ മാഗ്നറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനൊരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും ഉണ്ടാവും. ഇതിനെ നമുക്ക് ഒറ്റയ്ക്ക് ആക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ ഒടിച്ചിട്ട് 2 ആക്കിയാൽ പോലും എവിടെയായിരുന്നോ നോർത്ത് പോൾ ഉള്ളത് അതിൻ്റെ ഈ മറ്റേ അറ്റം സൗത്തായി മാറുകയും എവിടെയായിരുന്നോ സൗത്ത് പോൾ ഉള്ളത് അതിൻ്റെ മറ്റേ നോർത്തായി മാറുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒറ്റയ്ക്കൊരു പോൾ എക്സിസ്റ്റ് ചെയ്യില്ല. അതാണ് മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു മാഗ്നറ്റിസത്തിന് കുറെ നമുക്ക് അട്രാക്ട് ചെയ്യാനുള്ള മാഗ്നറ്റിക് സബ്സ്റ്റൻസിനെ അറിയാമല്ലോ. നമുക്ക് അയൺ, കൊബാൾട്ട്, നിക്കൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ ചില സബ്സ്റ്റൻസിനെ മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ ആ അട്രാക്ട് ചെയ്യുന്ന വഴി അതിൽ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യാനും ഉള്ള കഴിവുണ്ട്. അപ്പോൾ പെർമനന്റ് മാഗ്നറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ചില മാഗ്നറ്റിക് മെറ്റീരിയൽസിൽ മാഗ്നറ്റിസം, അതായത് കുറച്ച് നേരത്തേക്കെങ്കിലും അതൊരു മാഗ്നറ്റായിട്ട് ആക്ട് ചെയ്യും.
അങ്ങനെ ഇൻഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഇൻഡ്യൂസ്ഡ് മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് ഉണ്ട്, റിപ്പൾഷൻ ആണ് മാഗ്നറ്റിസത്തിന് വേണ്ടിയിട്ട്, മാഗ്നറ്റ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുള്ള ഒരു ഷുവർ ടെസ്റ്റ്. അതായത് കുറെ മാഗ്നറ്റിക് മെറ്റീരിയൽസും ഒരു മാഗ്നറ്റും കൂടി തന്നാൽ നിങ്ങൾ എങ്ങനെ തിരിച്ചറിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാഗ്നറ്റിക് മെറ്റീരിയൽസിനെ എടുത്ത് ഒരു മാഗ്നറ്റിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ അട്രാക്ട് ചെയ്യും, ഒരിക്കലും അതിനെ റിപ്പൽ ചെയ്യാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഒരു മാഗ്നറ്റ് ആണ് നമ്മൾ കൊണ്ടുവരുന്നെങ്കിൽ ഇതിനെ അതിന്റെ പോൾസ് അനുസരിച്ച്, അൺലൈക്ക് പോളിലാണ് വെക്കുന്നെങ്കിൽ അട്രാക്ട് ചെയ്യാനും ലൈക്ക് പോളിലാണ് വെക്കുന്നെങ്കിൽ റിപ്പൽ ചെയ്യാനും സാധിക്കും. ഒരിക്കലും ഒരു മാഗ്നറ്റിക് സബ്സ്റ്റൻസിന് റിപ്പൽ ചെയ്യാൻ സാധിക്കില്ല, ഒരു മാഗ്നറ്റിന് മാത്രമേ റിപ്പൽ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ റിപ്പൽഷൻ ഇസ് എ ഷുവർ ടെസ്റ്റ് ഓഫ് മാഗ്നറ്റിസം എന്ന് പറയാൻ കാരണം അതാണ്. ഇനി ഉള്ള എക്സ്പ്രഷൻ ആണ്. ഈ എക്സ്പ്രഷൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു എക്സ്പ്രഷൻ ഓർമ്മ വരേണ്ടതാണ്. F is equal to μ0/4π P1 P2 by R² എന്നാണ് എഴുതിയേക്കണം. P1 ഉം P2 ഉം പോൾ സ്ട്രെങ്തുകളാണ്. ആ രണ്ട് പോൾസിനും ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് ആണ് R. അപ്പൊ അത് കാണുമ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച കൂളംസ് ലോ ഓർമ്മ വരണം. കൂളംസ് ലോ എന്തായിരുന്നു? F is equal to 1/4πε0 Q1 Q2 by R² അല്ലെ? അവിടെ എന്താ അതിനെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞു. ഇവിടെ അതേപോലെ ഇൻവേഴ്സ് സ്ക്വയർ ലോ ഇൻ മാഗ്നറ്റിസം ആണ് നമ്മളിപ്പോൾ എഴുതിയേക്കണേ. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, അവിടുത്തെ Q1 Q2 രണ്ട് ചാർജുകളും അവർക്കിടയിലുള്ള ഡിസ്റ്റൻസും ആയിരുന്നുവെങ്കിൽ ഇവിടെ P1 P2 എന്ന് പറയുന്ന രണ്ട് പോൾസിന്റെയും സ്ട്രെങ്ത് ആണ്. P1 P2 പോൾ സ്ട്രെങ്ത് ആണ്, അവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് ആണ് R. പിന്നെ കോൺസ്റ്റന്റ് സ്വാഭാവികമായിട്ടും അവിടെ 1/4πε0 ഉപയോഗിച്ചെടുത്ത് എല്ലാം നമ്മളിവിടെ എന്താ ഉപയോഗിക്കണേ? μ0/4π ആണ്. ഇനി മാഗ്നറ്റിക് മൊമെന്റ്, ക്യാപിറ്റൽ M എന്ന് പറയുന്ന മാഗ്നറ്റിക് മൊമെന്റ്. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ, അവിടെ ഇലക്ട്രിക് ഡൈപോൾ മൊമെന്റ് നിങ്ങൾ പഠിച്ചത് ഓർമ്മയുണ്ടാവും. P is equal to Q into 2a എന്നും പറഞ്ഞ് നമ്മൾ പഠിച്ചത്. അതേ സ്ഥാനത്ത് ഇവിടെ മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഉണ്ട്. മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ക്യാപിറ്റൽ M is equal to, ഇവിടെ എന്താ ചാർജിന് പകരം ആരാ വന്നേ? പോൾ സ്ട്രെങ്ത് ആയിരുന്നില്ലേ വന്നേ? ഇവിടെയും ചാർജിന് പകരം ഈ കൂളംസ് ലോ ഇൻ മാഗ്നറ്റിസത്തിലും ചാർജിന് പകരം പോൾ സ്ട്രെങ്ത് വന്നു. അതേപോലെ ഇവിടെ P into 2L, 2L എന്നോ 2A എന്നോ 2R എന്നോ ഡിസ്റ്റൻസിന് ഉപയോഗിക്കാം. എനിവേ ഇറ്റ് വിൽ ബി ദ മൾട്ടിപ്പിൾ ഓഫ് 2. അപ്പോൾ മാഗ്നറ്റിക് മൊമെന്റ് ഇക്വേഷൻ എന്താ? ക്യാപിറ്റൽ M is equal to P into 2L and C it is a vector quantity. സൈൻ കൊടുത്തിട്ടുണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. And now next, properties of field lines. Magnetic field lines എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ച പോലെ തന്നെ it is an imaginary path along which a unit north pole would move if it is free to do so എന്ന് നമുക്ക് വേണമെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ പറയാം. പിന്നെ ആ മാഗ്നറ്റിക് ഫീൽഡ് ലൈനിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ ഒരു ടാൻജന്റ് വരച്ചാൽ അതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അവിടുത്തെ. ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിച്ച പോലെ തന്നെ ഇവിടെയും നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, ഓർത്തിരിക്കാവുന്നതാണ്. ഫസ്റ്റ് പോയിന്റ് അവിടെ നമ്മൾ പഠിച്ചു എന്താ? ഇലക്ട്രിക് ലൈൻ സപ്പോസ് സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് എൻഡ്സ് ഇൻ നെഗറ്റീവ് ചാർജ് എന്ന് പഠിച്ചു. ഇവിടെ അതേപോലെ ഉണ്ട്, ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നോർത്ത് പോൾ ആൻഡ് എൻഡ്സ് ഇൻ സൗത്ത് പോൾ. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ഒരു ബാർ മാഗ്നറ്റ് എടുത്ത് ഇത് നോർത്ത് പോളിൽ സൗത്ത് പോളും ആണെങ്കിൽ നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കുന്ന ലൈൻസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇത് പുറത്താണ്. പുറത്ത് മാത്രമല്ല, മാഗ്നറ്റിക് ലൈൻസ് അകത്തും ഉണ്ട്. അപ്പൊ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യും? ഇവിടെ നോർത്ത് പോൾ ആണ്, നോർത്ത് പോളിൽ നിന്ന് തുടങ്ങി സൗത്ത് പോളിൽ വന്ന് അവസാനിച്ചാൽ മാഗ്നറ്റിന് അകത്ത് എങ്ങോട്ടാണ്? സൗത്തിൽ നിന്ന് നോർത്തിലേക്കാണ്. അപ്പൊ മാഗ്നറ്റിന് പുറത്ത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കും മാഗ്നറ്റിനുള്ളില് സൗത്തിൽ നിന്ന് നോർത്തിലേക്കും ആണെന്നുള്ളത് ഓർക്കണം. അപ്പൊ അതൊരു വലിയ ഡിഫറൻസ് ആണ്. മാഗ്നറ്റിക് ലൈൻസ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ലൂപ്സ് ആയിരിക്കും, കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടാണ് മാഗ്നറ്റിക് ലൈൻസ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അത് മറ്റൊരു ഡിഫറൻസ് ആണ്. നേരത്തെ മോണോപോൾസ് ഡു നോട്ട് എക്സിസ്റ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക്സും മാഗ്നറ്റിസം തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറഞ്ഞു. അതേപോലെ ഒരു ഡിഫറൻസ് ആണ് ഇപ്പോൾ പറഞ്ഞ പോയിന്റ്. കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ അങ്ങനെ ഒരു പ്രത്യേകത പറയുന്നില്ല. പോസിറ്റീവിൽ തുടങ്ങി നെഗറ്റീവിൽ എൻഡ് ചെയ്യുമെന്നേ പറയുന്നുള്ളൂ. ഇത് കണ്ടിന്യൂസ് ക്ലോസ്ഡ് ലൂപ്സ്. ഇവിടെ ഒരു സാമ്പിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ബാർ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഇങ്ങനത്തെ ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടാണ് ഇത് കാണുന്നത്. നോർത്തിൽ നിന്ന് തുടങ്ങുന്നു, സൗത്തിൽ അവസാനിക്കുന്നു. ഇവിടെ നമ്മൾ ലൈൻസ് പകുതി മുറിഞ്ഞതായിട്ട് കാണിക്കുന്നുവെങ്കിൽ ആക്ച്വലി അത് എങ്ങനെയാണ്? ബാർ മാഗ്നറ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചിരിക്കുന്നതായിട്ടാണ്. അപ്പൊ ബാക്കിലേക്കുള്ളതാണ് നമ്മളിവിടെ മുറിഞ്ഞു പോയതായിട്ട് നമുക്ക് തോന്നുന്നത്. ആക്ച്വലി ഇത് ബാക്കിലൂടെ കംപ്ലീറ്റ് ചെയ്ത് ഇങ്ങനെ ക്ലോസ്ഡ് ലൂപ്സ് ആവുന്നതാണ്. പിന്നെ പാരലൽ ലൈൻസ് ആയിട്ടാണ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡിനെ കാണിക്കുന്നത്. അത് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിലും പഠിച്ചതാണ്. പാരലൽ ലൈൻസ് വരച്ച അർത്ഥം യൂണിഫോം ഫീൽഡ് ആണ്. പിന്നെ ലൈൻസ് ഓഫ് ഫോഴ്സ് ഡോണ്ട് ഇന്റർസെക്ട് ഈച്ച് അതർ, ഇത് നമ്മൾ അവിടെ പഠിച്ചതാണ്.
അപ്പൊ എന്തുകൊണ്ടാണ് ഇന്റർസെക്ട് ചെയ്യില്ല എന്ന് പറയുന്നത്? ഏതെങ്കിലും പോയിന്റിൽ ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവിടെ നമുക്ക് ആ പോയിന്റിൽ 2 ടാൻജന്റ് വരയ്ക്കാൻ പറ്റും. ടാൻജന്റ് എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ്. അപ്പോൾ ഒരു പോയിന്റിൽ തന്നെ 2 ഡയറക്ഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ഇമ്പോസിബിൾ. അതുകൊണ്ട് തന്നെ അവര് ഇന്റർസെക്ട് ചെയ്യേയില്ല. ദേ നെവർ ഇന്റർസെക്ട് ഈച്ച് അതർ. അതാണ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ പ്രോപ്പർട്ടീസ്. ഇനി നമുക്കൊരു കമ്പാരിസൺ വെച്ചിട്ട് ഒരു ഇക്വേഷൻ ഓർത്തിരിക്കാനുണ്ട്. അതെന്താന്ന് ചോദിച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റ് എന്ന് പറയുന്നത് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കിയ ഒരു മാഗ്നറ്റ് ആണ്. മാഗ്നറ്റിന് നോർത്ത് പോളും ഉണ്ട്, സൗത്ത് പോളും ഉണ്ട്. ആ ബാർ മാഗ്നറ്റിനെ നമുക്കൊരു മാഗ്നറ്റിക് ഡൈപോൾ എന്ന് വിളിക്കാം. കാരണം ഒരു നോർത്ത് പോൾ ഉണ്ട്, അതിനൊരു പോൾ സ്ട്രെങ്ത് ഉണ്ട്, സൗത്ത് പോൾ അതേപോലെ ഒരു പോൾ സ്ട്രെങ്തുമായിട്ട് ഇവർ തമ്മിലൊരു സെപ്പറേഷനും ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു പോസിറ്റീവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്ന് വിളിച്ചത്. അതേപോലെ ഇവിടെ ഇതിനെ ബാർ മാഗ്നറ്റിന് പകരം നമുക്ക് വേണമെങ്കിൽ മാഗ്നറ്റിക് ഡൈപോൾ എന്നും പറയാം. അങ്ങനെ വരുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ എക്സ്പ്രഷൻ വെൻ ഓൺ എ പോയിന്റ് വിച്ച് ലൈസ് ഓൺ ആക്സിയൽ ലൈൻ ആൻഡ് ഇക്വറ്റോറിയൽ ലൈൻ. ഇതിപ്പോ ഞാൻ ഐഡിയൽ മാഗ്നറ്റിക് ഡൈപോളിന്റെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് ബാർ മാഗ്നറ്റ് എന്ന് പറയും. ഒരു ഷോർട്ട് മാഗ്നറ്റിന്റെ എക്സ്പ്രഷൻ ആണ് ഈ എഴുതിയിരിക്കുന്നത്. ഐഡിയൽ കേസ് മാത്രമേ എഴുതിയിട്ടുള്ളൂ, ജനറൽ എക്സ്പ്രഷൻ എഴുതിയിട്ടില്ല. ഡെറിവേഷൻ പഠിക്കാനില്ല, നമുക്ക് ആ ഇക്വേഷൻ മാത്രമാണ് പഠിക്കാനുള്ളത്. പ്രോബ്ലം NCERT ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയണം. ഇക്വേഷൻ മാത്രമായിട്ടും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ബൈ ഹാർട്ട് ചെയ്യണം. അത് നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. നിങ്ങൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ പഠിച്ച ഇക്വേഷൻസ് ഓർത്താൽ മതി, ഓർക്കുന്നുണ്ടാവും. ഈ ആക്സിയൽ ലൈനിൽ നമ്മൾ പഠിച്ചത് E = 1/4πε0 2p/r3. ഇക്വറ്റോറിയലിൽ 1/4πε0 p/r3 ആയിരുന്നു. ആ പിന്റെ സ്ഥാനത്ത് ഇവിടെ m വരും എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ കോൺസ്റ്റൻസ് മാറും. അവിടുത്തെ 1/4πε0 പകരം എന്ത് വരും? μ0/4π. അത് എക്സ്പ്രഷൻ ആക്സിയൽ ലൈനിലെ എക്സ്പ്രഷൻ B = μ0/4π 2m/r3. ഇക്വറ്റോറിയൽ ലൈനിൽ B = μ0/4π m/r3. അതിന്റെ ഹാഫ് ആയിട്ട് വരും. അത് ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ നമ്മൾ പഠിച്ച അതേ ഇക്വേഷൻസ്, ലെറ്റേഴ്സും കോൺസ്റ്റന്റും മാത്രമേ മാറുന്നുള്ളൂ. ഇതാണ് ഈ 5th ചാപ്റ്ററിന്റെ ഇൻട്രൊഡക്ഷൻ സെക്ഷനിൽ വരുന്നത് മാഗ്നറ്റിസത്തെ കുറിച്ചിട്ട്. താങ്ക് യു ചിൽഡ്രൻ.